ನಮಸ್ಕಾರ ವೀಕ್ಷಕರೇ, ESB ಕ್ರಿಯೇಷನ್ಸ್ ಪಂಜ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ಗೆ ನಿಮಗೆಲ್ಲ ಮತ್ತೊಮ್ಮೆ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಸ್ವಾಗತ. ಕಲ್ಮಡ್ಕದ ಕಾಚಿಲದಲ್ಲಿ ನಡೆದಂತಹ ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಒತ್ತೆಕೋಲ ಮಹೋತ್ಸವದ ಪ್ರಯುಕ್ತ ಶ್ರೀ ದೈವದ ಅಗ್ನಿ ಪ್ರವೇಶದ ಸಂಪೂರ್ಣ ದೃಶ್ಯ ರೂಪಕವನ್ನು ಇವತ್ತಿನ ಸಂಚಿಕೆಯಲ್ಲಿ ನೋಡಿಕೊಂಡು ಬರೋಣ. ವಾಸುದೇವ ವಿಶ್ವೈಕ ವಿಶ್ವ ಮಧುಸೂದನ ಶ್ರೀಪದ್ಮನಾಭ ಪುರುಷೋತ್ತಮ ಪುಷ್ಕರಾಕ್ಷ ನಾರಾಯಣ ಅಚ್ಯುತಾ ಹರೇ ನರಸಿಂಹ ನಮೋ ನಮಸ್ತೆ ನಮಃ. വീണ്ടും മന്ദിരമുയർത്തിയിടേണ്ടതിന്നാമയായി ക്ഷോണി ബാലകനാശുഘോണി വടിവായി കൊന്നാക്ഷരേ ൂണിങ്കൽ നിന്നുത്ഭവസ്ഥിതനായ ഹിരണ്യകശിപിന്റെ
പ്രാണൻ കളഞ്ഞന്യസാം പ്രാണസ്നേഹത്തിൽ രക്ഷ ചെയ്തു ഭഗവന പാലിക്കമാം ലോകാനാമുളവായതാപഹരണം ചെയ്യുവാൻ കഴിഞ്ഞപ്പോഴും ചേർത്ത് വളർത്തി നിന്ന സ്ഥലമാം കോട്ടപ്പുറം നരസിംഹമൂർത്തി കരുണാവാങ്ങേനപേക്ഷിച്ചുമൽ പാപം തീർത്തു വേറൊരുമാറു സന്തതമഹമ ഭക്യാശ കൈകൂപ്പേ കൈകൂപ്പി നിന്നങ്ങിരപകലടകൽ സേവ ചെയ്യും ജനങ്ങൾക്കും അത്യന്തം പുഷ്ടി നൽകി കൃപയോട് പരിപാലിച്ചിടും കാരുണ്യമേ തിരുവിഴി കടാക്ഷങ്ങൾ കൊണ്ടെന്നെ മോതായി നിത്യമാലിക്ക സത്യസ്വരൂപരൻ കീഴൂർ പുരാനോട അത്യന്തം ദുഷ്ടനാകും ധനുജപടനുടെ മാറിടം തച്ചു കീറി കുത്തിച്ചാടുന്ന ചോരപ്പുഴയത് മുങ്ങിയട്ടാർത്തി തീർത്തോരേ വേണം തച്ചൻ കൊട്ടൽ പദം ചേർത്തിരുടെ ശ്രീ നരസിംഹാകൃത മുറ്റതമ്പാരില്ലറ്റമിന്റെ ഒരു കാലത്തും സാഹി നമസ്തേ നാരായണ പരിവാരേ വൈനായനോ
ഇല്ല അല്ലേ? കെട്ടിടത്തിൻ്റെതായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ ഇങ്ങനെയുള്ളതായ ലക്ഷ്മീകാന്തനാകുന്നതായ പരദേവതയെ, ലക്ഷണയുക്തനാകുന്നതായ പരദേവതയെ, വക്ഷസ്സിൽ ശ്രീവത്സത്തെ ധരിച്ചിരിക്കുന്നതായ പരദേവതയെ, കുട്ടിയിങ്കൽ ആണ്ടിരിക്കുന്നതായ കവന്തന്റെ ശിരസ്സിനെ ഛേദിച്ച പരദേവതയെ ആവോളം മറിഞ്ഞവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് ഭയമല്ലല്ലോ ആണോ? എന്നിരിക്കുന്ന അനുഭവത്തിങ്കിൽ ഭക്തിയുടേതായിരിക്കുന്ന രസം അറിഞ്ഞവർ നിങ്ങൾ. ആ ഭക്തിയുടേതായിരിക്കുന്ന രസം അറിഞ്ഞതുകൊണ്ട് തന്നെ സംവത്സരങ്ങൾ തികഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെയുള്ളതായ കന്നിരാശി ആധാരമായിട്ട് പുലർകാലത്തിൽ ഉദിച്ചിരിക്കുന്നതായ ആദിത്യനെ ഒരു നോക്ക് കണ്ടു. അഗ്നിയിങ്കൽ ആയോധനം ചെയ്തു പോരുന്നതായ അനുഭവത്തിങ്കൽ ആദ്യകാലത്തിങ്കൽ പൂർവികന്മാരായിരിക്കുന്നതായ സപ്തമന്മാര് ചെയ്തതും ഇത് തന്നെ. മഹാലോകർക്ക് വേണ്ടിയിട്ട് ലോകത്തിൻ്റെതായിരിക്കുന്നതായ അന്ധകാരത്തെ അകറ്റിപ്പോരുവാനായിക്കൊണ്ട് അഗ്നിയിങ്കൽ ആയോധനം ചെയ്തിട്ട് മനുഷ്യന്മാരായിരിക്കുന്നതായ ഭക്തോത്തമന്മാർക്ക് വേണ്ടുന്നതായ അനുഗ്രഹ കടാക്ഷത്തെ കൊടുത്തു പോരുവാണ്. വധിച്ചവന്റെ മതത്തെ അടക്കിയിട്ട് ഭക്തന്മാർക്ക് വേണ്ടുന്നതായ രക്ഷ നൽകി പോരുവാനുമായിട്ട് ഇങ്ങനെയുള്ളതായ കന്യാശി ആധാരമായിട്ട് ആദ്യകാലത്തിങ്കിൽ തന്നെ ഒത്തിവെച്ച ശിലയല്ലാതെ പൊടിച്ചു വരുന്നൊരു സ്വയം ഭാഗിക്കുന്നു എന്നിരിക്കുന്നതായ ഇവരുടെ കാലത്തിങ്കിൽ കണ്ടിരിക്കുന്നതായ അനുഭവത്തിങ്കിൽ പൂർവികന്മാർക്ക് നൽകിയതുപോലെ 15 നെല്ലും 10 കുറുപ്പണവും അല്ലല്ലോ അവർക്ക് കൊടുത്തത്. എന്തെങ്കിലും കൊടുക്കുവാനായിക്കൊണ്ട് ഭഗവാന്റെ കയ്യിൽ എന്തുണ്ട് ലേഖനമാരെ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ 3 അടി മണ്ണിന് വേണ്ടിയിട്ട് യാചിക്കില്ലായിരുന്നു ഞാൻ. എല്ലാം കഥയാണ് അല്ലേ? ഏതായാലും കണ്ടിരിക്കുന്ന അനുഭവത്തിൽ പൂർവികന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പാണാളവും വർധനവും അഴകും ആയുസും ഒക്കതിനാലും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അതേ അനുഭവം അനുഗ്രഹങ്ങളിതാ ഭഗവാൻ വീണ്ടും നിങ്ങൾക്ക് തരുന്നു കേട്ടോ. ഗുണം വരണം വാണാളായിട്ടും വർധനയായിട്ടും അഴകായിട്ടും ആയുസായിട്ടും അന്തുണ്യഫലമായിട്ടും മുന്നമേ കുടിച്ചിരിക്കുന്ന ആ പാലിൻ്റെ മനമാധുര്യമായിട്ടും എല്ലാ അഭ്യുതങ്ങളിലും ഭഗവാൻ വാരിക്കോരി തരുന്നു കേട്ടോ. 2 വന്ന് കൂടി കഴിച്ചതിന് ശേഷം സർവ്വ കാര്യങ്ങൾ ചൊല്ലി കഴിക്കാം. വൈദ്യതിൻ്റെതായിരിക്കുന്ന ഒരു
പരിഭവത്തിലാണോ? അഗ്നിയിൽ ആയോധനം ചെല്ലിരിക്കുന്നതായ ഭഗവാൻ ആദ്യകാലത്തിങ്ങൾ പല പല അനുഭവങ്ങളിലൂടെയല്ലേ അതിജീവിച്ചത്. എന്തിനു വേണ്ടിക്കൊണ്ട്? ഭക്തന്മാർക്ക് വേണ്ടുന്നതായ അനുകൂലത്തെ കൊടുത്തു പോരുവാൻ ഇങ്ങനെയുള്ളതായ ഒരു രൂപം തന്നെ ഉണ്ടായതും ഇതിന് കാരണമല്ലേ? അതുകൊണ്ട് എന്തേ ഇങ്ങനെയുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ ഒരു പന്തിങ്കൽ വെടിങ്ങനെയുള്ളതായ ഒരു വളരെ ഇങ്ങനെ തന്ത്രിമാരെ ആദ്യമായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ എളുപ്പത്യ തന്ത്രി മുൻപൂർവമായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ ഇതാ എളുപ്പത്യ തന്ത്രിമാരെ വിശേഷിച്ചും ദേശത്തെ 10 കൂടിയിട്ട് 10 സമസ്തയോടും കൂടിയിട്ട് സന്തോഷമായോ? സംവത്സരങ്ങൾ തികഞ്ഞിട്ട് വീണ്ടും നിങ്ങളെന്നിരിക്കുന്നതായ അന്തരംഗ പന്തലിനകത്ത് ആറ്റുനോറ്റ് കാത്തിരുന്നായ സുദിനം സമാഗതമായിരിക്കുന്നതായ വേളയെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ അനുഭവത്തോടും കൂടിയിട്ട് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ളതായ ജഗതുദയ ദുരിത നിവാരണകരനായിരിക്കുന്നതായ ശ്രീമന്നാരായണമൂർത്തിയുടെ ഏറ്റവും അനുസൃതമായിരിക്കുന്നതായ രൂപത്തെ കണ്ടപ്പോൾ സന്തോഷമായോ നിങ്ങൾക്ക്? ആയോ? ഇതിനെക്കാളും ഇതിൽ പരം മറ്റെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇല്ലേ, മർത്യന്മാരായി ജനിച്ചാൽ ലോകൈകനാഥന്റെ ശുഭാവതാരം കണ്ടാൽ തന്നെ ജന്മം സഫലമായി. ഇല്ലേ തന്ത്രി? ഇല്ലേ എഴുത്തേപത്തും ഇല്ലേ? അങ്ങനെ ധരജന്മം സഫലമാക്കാനാണോ നിങ്ങൾ നിരക്കുന്നതായ പൂർവികന്മാരായിരിക്കുന്ന സത്തമന്മാര്? ഇല്ലേ തന്ത്രി? നിങ്ങൾ നിരക്കുന്നതായ പൂർവികന്മാരായിരിക്കുന്ന സത്തമന്മാർ ഞങ്ങളെ ഇവിടെ പ്രതിഷ്ഠ കഴിച്ചത് അതിനു വേണ്ടിക്കൊണ്ട് തന്നെ. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ സിദ്ധന്മാരായോ? പരമാർത്ഥന്മാരായോ? അന്ധകാരങ്ങൾ നീങ്ങിയോ? ആമയങ്ങൾ നീങ്ങിയോ? നീങ്ങിയോ? നീങ്ങിയിട്ടില്ലെങ്കിൽ നീക്കിത്തരണം. ലേ തന്ത്രി, ലേ ദേശത്തെ പൊത്തം, എന്ത് ആമയങ്ങളുണ്ടെങ്കിലും എന്ത് അന്ധകാരങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ളതായ വൈകുണ്ഠമൂർത്തി നിങ്ങളുടെ ചാരത്ത് ഉള്ള കാലത്തോളം ആ ഒരു വിശ്വാസമുണ്ട്. ഇല്ലേ? ആ ഒരു വിശ്വാസത്തിങ്കൽ തന്നെയല്ലേ നിങ്ങൾ നടക്കുന്നത്? അല്ല കലിയുഗമായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ ദൈവം നാസ്തിയെന്നും ഗുരുമനുഷ്യനെന്നും പ്രതിഷ്ഠ കരിങ്കലെന്നും ഔഷധം കാടെന്നും തുളസിയെല്ലാം പുകയിലെന്നും ഇന്ന് വാഴുന്നവൻ പ്രഭു എന്നും കൈകൊട്ടി ഭാസിച്ചിരിക്കുന്നതായ യുഗം പകർച്ച അങ്ങനെയുള്ളതായ അനുഭവത്തിങ്കൽ കലിയുടേതായിരിക്കുന്നതായ അജ്ഞാനത്തിങ്കൽ നിങ്ങൾ വീണുപോയോ? അത് ഏകസ്വരത്തോടും കൂടി പറയാലോ. അങ്ങനെയുള്ളതായ ഒരു കലി നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല എന്ന് അത് കേൾക്കാൻ തന്നെയാണ് ഭഗവാനും സന്തോഷം. ഏതായാലും സംവത്സരങ്ങൾ തികഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ അനുഭവത്തിങ്കിൽ നിങ്ങളെന്നിരിക്കുന്നതായ കൊത്തിയ കനി കുറിച്ച കുറിമാനം അടിയന്തരം പിഴയാണ്ട് തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വീണ്ടും കൂടിക്കണ്ടിരിക്കുന്നതായ അനുഭവം. ഏതായാലും 2 പന്തി കൂടി അടിച്ചതിന് ശേഷം സർവ്വകൂട്ട് കാര്യങ്ങൾ ചെന്ന് കഴിക്കാം കേട്ടോ. എല്ലാവരും തന്നെ അപ്പോൾ അതിനുള്ളതായിരിക്കുന്നതായ കണ്ണിന് ഇമ്പമേകുവാനായിക്കോട്ടെ 2 പന്തി കൂടി അടിച്ചതിന് ശേഷം കേട്ടോ. ഇല്ലേ ദേവനാജിമാരെ വീട്ടിലും വെച്ചിരിക്കുന്നതായ വളരെ പ്രത്യേകിക്കുന്നു അതിനല്ലല്ലോ. ഏതായാലും കന്യാശിയുടേതായിരിക്കുന്ന മഹാത്മ്യത്തെ ലോകർക്ക് കാട്ടിക്കൊടുക്കുവാനുള്ളതായ ഒരനുഭവമല്ലേ ഇത്. അതുകൊണ്ട് ഈ പഞ്ചവർണ്ണക്കിളി ഒന്ന് പാറിപ്പറക്കട്ടെ. എന്തേ വിട്ടുകൂടെ? എന്നെ വിട്ടുകൂടെ?
സന്തോഷം, എല്ലാവർക്കും സന്തോഷം. നിങ്ങളെ നിരക്കുന്നതായ അനുഭവത്തിങ്കൽ, ഭക്തോത്തമന്മാരായിരിക്കുന്നതായ അനുഭവത്തിങ്കൽ തൊഴുകയ്യോടും കൂടിയിട്ട് നിന്നാൽ അതിന് പേര് വഴി വരുത്തുന്ന ആദരണ്ട. ഇത്രവരേക്കും ആശ്രയിച്ചവർക്ക് ആനന്ദകരമായിരിക്കുന്നതായ അനുകൂലത്തെ കൊടുത്തു വരുന്ന അവാങ്മാനസ ഗോചരൻ തന്നെ ഈ ഭഗവാൻ. അങ്ങനെയുള്ളതായ ഭഗവാന്റെ കാരുണ്യ കടാക്ഷമുണ്ട്. ഞാൻ അനേകം ചൊല്ലിക്കഴിക്കുന്നില്ല. ഏതായാലും എൻ്റെതായിരിക്കുന്ന ചരിതങ്ങളെല്ലാം അറിയുമല്ലോ, അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾക്കിത് കിട്ടിയെന്നും എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഒരു രൂപമുണ്ടായി എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നെ പരീക്ഷിച്ചത് കോലത്തിരി രാജാവാണ്. ഇല്ലേ, കോലത്തിരി രാജാവ് എന്നെ പരീക്ഷിച്ചു. എൻ്റെതായിരിക്കുന്നതായ ചൈതന്യത്തെ നാട്ടുകാരും വീട്ടുകാരും മഹാലോകരും അറിഞ്ഞപ്പോൾ കോലത്തിരി രാജാവിൻ്റെതായ കർണത്തിങ്കിലേക്ക് എത്തി. അന്ന് കോലത്തിരി രാജാവ് ചിന്തിച്ചു, അത്രയ്ക്കും ഉചിതമുള്ളതായ പരദേവതയാണെങ്കിൽ ഞാൻ കൂട്ടിയിരിക്കുന്നതായ മേലേരി തകർക്കണം എന്നായിരുന്നു എന്നോടുള്ളതായ വാദപ്രതിവാദം. പക്ഷേ എങ്ങനെ ഞാൻ അവിടെ എത്തി എന്നുമില്ല ഒരു കഥ. ഹിരണ്യൻകോട്ട ചിത്രസ്തംഭം വിട്ടതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ ഉത്തമമായിരിക്കുന്ന സ്ഥലം വേണമെന്ന് കരുതി ചിന്തിച്ചിരുന്നതായ കാലനേരത്ത് അന്ന് മംഗലപുരത്ത് കോലുകുടുപ്പിയുടെ ആധാരമായിട്ട് അന്ന് നിലനിന്നു ഹിരണ്യൻകോട്ട ചിത്രസ്തംഭം. ഹിരണ്യകശിപിൻ്റെതായിരിക്കുന്ന നിഗ്രഹത്തിന് ശേഷം അങ്ങനെയാണ് മംഗലപുരത്ത് കോലുകുടുപ്പിയുടെ ആധാരമായിട്ട് ഭഗവാൻ എത്തിയത്. അന്ന് കണ്ണൻ്റെ കൂടെയാണ് ഞാൻ നീലേശ്വരത്തേക്ക് എത്തിയത്. അന്ന് അങ്ങനെയാണ് കോലത്തിരി രാജാവിൻ്റെതായിരിക്കുന്ന പരീക്ഷണം മുതിർന്നത്. അപ്പോൾ അതൊക്കെയും ഒരു കഥയാണ്. കേവലം ഗുരുത്തോളം നിർമ്മിതമായിരിക്കുന്നതായ ഒരു രൂപത്തിങ്കൽ മാത്രം നിങ്ങൾ ചിന്തിക്കട്ട. 35 കുറ്റി പരദേവതമാരും പൂരം കുളിച്ച് മാടം കയറിയാലും 35 കുറ്റി പരദേവതമാരുണ്ട്. ഇവരെല്ലാം പൂരം കുളിച്ച് മാടം കയറിയാലും പരവതാനിയില്ലാത്ത പരദേവതയുണ്ടാവും. അറിയോ തന്ത്രി? അങ്ങനെയുള്ളതായ പരദേവതയാണ്. ആ പരദേവതയാണ് ഇങ്ങനെയുള്ളതായ കരിരാശി ആധാരമായിട്ടുള്ളത് കേട്ടോ. ഞാൻ അഗ്നിയുടേതായിരിക്കുന്നതായ മുമ്പട്ടം ഇത്ര മാത്രമേ ഞാൻ ചൊല്ലിക്കഴിക്കുന്നു. അനേകം കാര്യങ്ങളുണ്ട് ഇല്ലേ, നിങ്ങൾക്കും ചൊല്ലിക്കഴിക്കാനില്ലേ. നിങ്ങളെന്നരക്കുന്നതായ അനുഭവത്തെ സർവ്വതും ഭഗവാനെങ്കിലേക്ക് സമർപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടുന്നതായ അനുഗ്രഹത്തെയും നൽകിയിട്ട് ഇത്രവരേക്കും സന്തോഷപൂർവ്വം നിലനിർത്തിയിരിക്കുന്നതായ ഈ ഭഗവാൻ മലർന്നു കണ്ടാൽ മതി എന്നാണോ? അല്ല ഭയപ്പാട് കൊണ്ടല്ലോ, അല്ല കാലം വൈകിയത് കൊണ്ടോ? ആർക്കും ധൃതിയൊന്നുമില്ലല്ലോ. ഏതായാലും മലർന്നും ചിന്തിക്കാം എല്ലാവരോടും തന്നെ.
ആ ദേവൻ്റെതായിരിക്കുന്ന തേരും തീർത്തട്ടം എടുത്ത് എഴുന്നള്ളിച്ചു കൂറുവാനുള്ളതായ അനുഗ്രഹ കടാക്ഷവും സിദ്ധിച്ചു. അതിൽ പരം മറ്റൊരു ഭാഗ്യമില്ല. എല്ലാ അനുഗ്രഹങ്ങളും അനുകൂലങ്ങളും നൽകി തന്നു വരുവാനായിക്കൊണ്ട് സുന്ദരാധനമായിട്ടാവട്ടെ. അതുകൊണ്ട് നിൽക്കട്ടെ, 2 വണ്ടി കൂടി തിരിച്ച് ചിന്തിക്കാൻ നിൽക്കട്ടെ. സന്തോഷമായിട്ടുണ്ടാവുക ഞാൻ ചോദിക്കാം. എത്ര പതുക്കെ ആയാലും ആഴിങ്കലേക്ക് ഊളിയിട്ടുകൊണ്ട് വേദത്തെ അപഹരിച്ചിരിക്കുന്ന ഹയഗ്രീവനെ തേടിപ്പിടിച്ച് നിഗ്രഹിച്ചിട്ട് വേദത്തെ വേദാവിങ്കൽ സമർപ്പിച്ചിട്ട് വേദാന്തവേദിനായി നിലനിന്ന പരദേവത അതും ഞാനല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഈ അഗ്നിയിങ്കൽ ഇല്ലേ, പഞ്ചഭൂതങ്ങളിൽ ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നതും അഗ്നി തന്നെ. എന്തുകൊണ്ട്? എല്ലാത്തിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യും. അഗ്നി ഒരിക്കലും മലിനമാകുന്നതുമില്ല അല്ലേ. അങ്ങനെയുള്ളതായ അഗ്നിയെങ്കിൽ എന്ത് അജ്ഞതകളോ അന്ധകാരങ്ങളോ ആമയങ്ങളോ എന്തുണ്ടെങ്കിലും അതിനെ ഒക്കെയും നീക്കം ചെയ്താൽ ഈ ദേശത്തെ പത്തിനും അത് ഏറ്റവും അനുകൂലമായിരിക്കുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് പതുക്കെ 2 വണ്ടി കൂടി അടിച്ചതിന് ശേഷം ചിന്തിക്കാം. 2 വണ്ടി കൂടി അടിക്കും. പുലർകാലത്തിങ്കൽ കണ്ടിരിക്കുന്ന അനുഭവത്തിങ്കൽ തികഞ്ഞോ? സന്തോഷമായോ? എല്ലാവർക്കും സന്തോഷമായല്ല. ഇനി അഗ്നിയുടേതായിരിക്കുന്ന മുഖത്തെ മടക്കുവാനായിക്കൊണ്ട് സാധിക്കാം. സർവ്വോട്ട് കാര്യങ്ങളും ശേഷം പിടിച്ചെടുക്കാം കേട്ടോ. എല്ലാവരോടും തന്നെ ഇപ്പോഴെങ്ങനെ ചിന്തിക്കാം. ഓർത്തുകൊട്ടാ അതിൻ്റെ മഴ എൻ്റെ അനുഭവമില്ലെങ്കിൽ എല്ലാവരും ആർക്കും കഴിക്കുവാനും അതിനു ശേഷമായിട്ട് എന്റെ ചീരുമ്മയുടേതായിരിക്കുന്ന ആഹൂതി കൊടുത്തു പോരുവാൻ ഒരുപാട് കർമ്മങ്ങൾ അതിന് ഞാൻ ചെയ്യാം. അനുകൂലം നൽകി പോരുവാനായിക്കൊണ്ട് ലോകൈകനാഥനാകുന്നായ ഭഗവാൻ ചന്ദ്രൻ മണിക്കറെ
കോലപ്പെരുവൻ ചന്ദ്രമൻ പഠിക്കറേ എല്ലാടി വായ്പടത്തണം ചന്ദ്രമൻ പഠിക്കറേ പഠിക്കറേ എന്തെങ്കിലും എല്ലാടി തിരുവൻ ചന്ദ്രവൻ ഉദയ MLA മന്ത്രിമാർക്കറിയാം അല്ലേ? അഗ്നിഹോത്രം ചെയ്തിരിക്കുന്ന ബ്രാഹ്മണന്മാരല്ലേ നിങ്ങൾ? യോഗസ്ഥമോ തപോധ്യാനം സത്യം ശൗചം ദയാശ്രിതം വിദ്യാ വിജ്ഞാനമാസ്തഖ്യമേതത് ബ്രാഹ്മണ്യ ലക്ഷണം അല്ലേ? ഇതൊക്കെയും ബ്രാഹ്മണ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതിനും ശ്രേഷ്ഠമായിട്ട് അഗ്നിയുടേതായിരിക്കുന്ന പൂജകൾ നടത്തുന്നതും അഗ്നി സാക്ഷിയായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ തന്നെ. വേദന്ത്രി പല രീതിയിലുണ്ട് അഗ്നിയുടേതായിരിക്കുന്ന അനുഭവം. ഇവിടെ എങ്ങനെ വേണം? നിത്യാഗ്നിയായിട്ടും വിരജാഗ്നിയായിട്ടും ഔപസനാഗ്നിയായിട്ടും ഹോമാഗ്നിയായിട്ടും പല ഭാവങ്ങളിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ അനുഭവത്തിൽ കാറ്റിരങ്കന്യാശി ആധാരമായിട്ട് ഹോമാഗ്നിയെങ്കിലാവണം നിലനിൽപ്പ് അല്ലേ? അവിടെ ഭക്തന്മാർക്ക് വേണ്ടുന്നതായ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാവും. ദുഷ്ടന്മാർക്ക് വേണ്ടുന്നതായ നിദ്രയെ കൊടുക്കുവാനും അതിന് ശക്തി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുവാനായിക്കൊണ്ട് ഞാനും ഒന്ന് പറയാം അല്ലേ? പറയക്കും നിലനിന്നതുപോലെ ഭക്തന്മാരെ രക്ഷിച്ചിട്ട് ഭക്തപരിപാലനം ദുഷ്ടനിഗ്രഹം എന്നിരിക്കുന്നതായ അനുഭവത്തിൻ്റെ നിഗ്രഹം ചെയ്യുവാൻ അർഹതയില്ല. നശിപ്പിക്കുവാനുള്ളതായ അനുകൂലം അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവട്ടെ കേട്ടോ. കോപാഗ്നിയായിട്ട് തന്നെ നിലനിന്നോ. അതുകൊണ്ട് വെള്ളിക്കാത്തിയ ഒരുക്കുവാൻ നിനക്ക് യോഗമുണ്ടെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിനും സന്തതി പരമ്പര ജാലകർക്കും വേണ്ടുന്ന എല്ലാ അനുകൂലങ്ങളും തരുവാൻ ഞാനും ഉണ്ടാവുന്നുണ്ട്. ആ കർമ്മങ്ങൾ തന്നെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തോ. കുലാന് കർമ്മം കുലാന് ധർമ്മം. കുലത്തിന്റെ കർമ്മം ഏതാണോ അതാണ് നിന്റെ ധർമ്മം. അതുകൊണ്ട് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിന്നോ. അവിടെ ഭഗവാൻ ഉണ്ടാവും കേട്ടോ. ബുധൻ തെളിഞ്ഞാൽ എല്ലാം തെളിയും. സ്വീകരിച്ചു പോട്ടെ. മഞ്ഞപ്പട്ടം പീതാംബരം ധരിച്ചിരിക്കുന്നതായ ഇങ്ങനെയുള്ളതായ ഗോപാലകൃഷ്ണനെ ഏറ്റവും ശ്രേഷ്ഠം കളഭച്ചാർത്ത് തന്നെ. മന്ത്രിയോട് ചൊല്ലിക്കഴിക്കും. സന്തോഷം വനമാല പീയൂഷ കുംഭങ്ങളോടും കൂടിയേക്ക് നിറഞ്ഞിരിക്കുന്നതായ ഭഗവാനെ പുലർകാലത്തിങ്കൽ നിങ്ങൾക്ക് അലങ്കരിക്കുവാൻ സാധിച്ചതും മഹാപുണ്യമെന്ന് കരുതിക്കൊണ്ടു. എല്ലാ ഭാഗ്യങ്ങളും യോഗങ്ങളും സൗഖ്യങ്ങളും സായുജ്യങ്ങളും നൽകാം. ചന്ദ്രവൻ കോലപ്പെരുവൻ ചന്ദ്രവൻ കൂടാളിപ്പെരുവൻ ചന്ദ്രവൻ പലായി പടത്തറന്തവൻ കോലപ്പെരുവൻ ചന്ദ്രവൻ വെയിലങ്ങല്ലാടി ഭാഗ്യവും യോഗവും കടാക്ഷവും നൽകി തന്നു വരുവാൻ സർവ്വലോകത്തിനും ആധാരമൂർത്തിയായിരിക്കുന്ന
ജഗതദയ ദുരിത നിവാരണകരനായിരിക്കുന്നതായ ശ്രീമൻ നാരായണമൂർത്തി അവൻ ഇന്നും അനുകൂലത്തെ നൽകി തന്ന് പരിപാലിച്ചു പോരുമെന്ന് കണ്ടു കരുതിയിട്ട് പ്രാർത്ഥിച്ചു പോരാണ് മുഖം കൊടുക്കേണ്ടത് തന്നിട്ട് തന്നെയല്ലേ വരുന്നുണ്ട് എന്തായാലും. വിശേഷമായിട്ട് എന്റേതായിരിക്കുന്നതായ മഹാലിംഗേശ്വരൻ തൃക്കണ്ണി കടങ്ങാടത്തക്കവണ്ണം തൃപ്പാരനെയും രക്ഷിച്ചിരിക്കുന്നതായ എന്റെ പുത്തൂർ മഹാലിംഗേശ്വരൻ്റെതായിരിക്കുന്നതായ കാരുണ്യകടാക്ഷം ഇങ്ങനെയുള്ളതായ കാറ്റത്തിന് രാശി ആധാരമായിട്ട് ദിവസത്തിലേക്കുന്നതായ ഭക്തോത്തമന്മാർക്ക് വേണ്ടുന്നതായ പീയൂഷം പോലെ കൊടുത്തു പോരണേ എന്റെ പുത്തൂർ മഹാലിംഗേശ ആരുമാഴുന്നതായ സത്യങ്ങളോടും തന്നെ സന്തോഷമായി ഗുണം വരണം ഗുണം വരണം ഗുണം വരണം ഗുണം വരണം പ്രപത്തി തന്ത്രിമാരെ തന്ത്രിമാരെ സന്തോഷം സംവത്സരങ്ങൾ തിരിഞ്ഞിട്ട് വീണ്ടും നിങ്ങളിലേക്കുന്നായ അന്തരംഗ പന്തലിനകത്ത് ചെയ്തിപ്പെട്ടു ഭഗവാൻ ശ്രീമന്നാരായണമൂർത്തി കാരുണ്യം ചെറിയുന്നതായ കാരുണ്യമൂർത്തി തന്നെ ഭഗവാന്റേതായിരിക്കുന്നതായ കാരുണ്യത്തിന് വേണ്ടിയിട്ട് കടാക്ഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളെന്നിരിക്കുന്നതായ അനുഭവത്തിങ്കിൽ ഇല്ലെന്നാനും മണ്ണമ്മണി ആധാരമായിട്ടും ശ്രേഷ്ഠമായിരിക്കുന്നതായ അനുഭവത്തിങ്കിൽ അകത്ത് വന്നിപ്പാൻ താളഗ്രാമദേവനായിട്ട് താളഗ്രാമദേവനായിട്ടാണ് നിങ്ങളുടേതായിരിക്കുന്ന ആരാധന എങ്കിലും പുറത്തു വന്നിപ്പാൻ അപരാധ വിഷ്ണുവായിട്ട് വിരുന്നിരിക്കുന്നതായ അനുഭവത്തിന്റെ ഇഷ്ടവരേക്കും നിങ്ങളെ വിരുന്നെടുത്തിട്ടുള്ളതാണ് തക്കവണ്ണം പരിപാടി ഇനിയും അങ്ങനെയുള്ളതായ അനുകൂലത്തിങ്കിൽ തന്നെ നടത്തിട്ട് പോകണമെന്നിരിക്കുന്ന പ്രാർത്ഥന മാത്രമേ ആ പ്രാർത്ഥനയിൽ തന്നെ ഇങ്ങനെയുള്ളതായ അക്ഷരമായിട്ട് അത് ഇങ്ങനെ അസമാസമായിരിക്കുന്ന ഒരു സഭയുടെ നവോദയന്റെ ഈ അവതാരത്തെ ഒന്ന് കാണുവാനും കണ്ട് ആനന്ദിക്കുവാനും ദർശന സ്പർശന ഭാഗ്യത്തെ ഏറ്റുവാങ്ങിപ്പോരുവാനും സാധിച്ചതും മഹാപുണ്യമെന്ന് ജന്മത്തെ സാർത്ഥകമാക്കിയിട്ട് വേടുന്നായ അനുകൂലത്തെ നൽകിയിട്ട് എത്തിച്ചു പോരുവാനായിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു പോരാനായി വേടുന്നായ അനുകൂലത്തരാണ് തന്നെ യാമണ്യത്തിൻ്റെതായിരിക്കുന്നതായ അനുഭവങ്ങൾ ജനനം സാധാരണയായിരിക്കുന്നതായ മനുഷ്യനായിട്ട് തന്നെ ഉപനയന കർമ്മത്തോടും കൂടിയിട്ടാണ് ബ്രാഹ്മണ്യം എന്നിരിക്കുന്നതായ കർമ്മത്തിലേക്ക് കടക്കുന്നത്. ആ ഉപനയനത്തിലെ കർമ്മങ്ങളിലൂടെ ചെയ്തു പോരുന്നതായ അനുഭവങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതൊക്കെ നിങ്ങളുടെ സഭയെ കാണുമ്പോൾ എനിക്ക് വല്ലാതൊരു സന്തോഷമാണ്. കാരണം ബ്രാഹ്മണ്യത്തെ അടുത്തറിഞ്ഞത് ഞാൻ തന്നെ. വേറൊന്ന് പരശുരാമ അവതാര കാലത്ത് ഞാൻ തന്നതിനപ്പുറമൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഇപ്പൊ എന്താ പരശുരാമ അവതാര കാലത്ത് കേരളം 160 കാലം ഭൂമി ഉണ്ടാക്കി. അതിൽ 1008 ശിവക്ഷേത്രം, 108 ദുർഗാലയം, 18 കോട്ടപ്പടി, ഭൂതങ്ങളുടെ ആരംഭത്തിലും പരദേവതകളുടെ പരദേവത സ്ഥാനങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ കർമ്മിച്ചു പോരണം. അതിനെ കർമ്മിച്ചു പോരുവാനായിക്കൊണ്ടാണ് തായനല്ലൂരും തരണനല്ലൂരും ആദിയായിരിക്കുന്ന തന്ത്രിവര്യന്മാരെ വിളിക്കുന്നത്. തായനല്ലൂരും തരണനല്ലൂരും 2 തന്ത്രിവര്യന്മാരെ ഞാൻ ഉണ്ടാക്കി. അന്ന് സൃഷ്ടിച്ചെടുത്തു. അന്ന് ഞാൻ തന്നതാണ് ബ്രാഹ്മണ്യമെന്നിരിക്കുന്നതായ അനുഭവം. അതിൻ്റെതായിരിക്കുന്ന കടാക്ഷങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ പല അവസ്ഥകളിലൂടെയും അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം, ദാനം വാങ്ങുക, ദാനം കൊടുക്കുക, വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക എന്ന് വേണ്ട എല്ലാ കർമ്മത്തിനും സാക്ഷിയായി നിൽക്കുന്നതും ഭഗവാൻ തന്നെ. 6 വേദം, 4 ശാസ്ത്രം, 18 പുരാണം,
18 പുരാണങ്ങളിലും ഇതിഹാസ പുരുഷനായിരിക്കുന്ന ഭാഗവത പുരുഷൻ അത് ഭഗവാൻ തന്നെ. അങ്ങനെയുള്ളതായ ആ ഭഗവാനെയാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെന്നിരിക്കുന്ന അനുഭവത്തിന്റെ വേട്ടവേളിക്കും ബ്രഹ്മനൂലിനും അശ്വത്ഥ പ്രദർശനത്തിനും അകനാര് കൂടാണ്ട് തക്കവണ്ണം പരിപാലി സംരക്ഷിച്ചു പോരുവാനായി ആധാരമൂർത്തിയായിരിക്കുന്ന ജഗതുദയ ശ്രീസംഭാരണകരനായിരിക്കുന്ന ശ്രീമൻ നാരായണമൂർത്തി ഞാൻ ഇപ്പോഴും ഒഴിഞ്ഞിരുന്നു. എന്തായിരിക്കുന്ന അരിക്കും അടയാളത്തിലുള്ളതായ കാലനേരമുണ്ടല്ലോ, ആ നേരത്തിൽ ആവട്ടെ. തുളു 32 മലയാളം 32 ആറുശ്ശേരി 64 ഗ്രാമം 14 ഗോത്രം 36,000 തമ്മിൽ വായുമാണ്. എന്നും തരാൻ കണ്ട വിശദമായിട്ട് 9 സന്തോഷം. ആദ്യ കരുവള്ളൂരും മന്ദം പെരുതടങ്ങി മുച്ചിലോട്ടോളം കണ്ടങ്ങാട്ട് ഭഗവതി ചുട്ടൽക്കുടി കാരണം വീണ്ടുമായ അനുഗ്രഹങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അതിനും ശ്രേഷ്ഠമായിട്ട് അജ്ഞാനമെന്നിരിക്കുന്നതായ അന്ധതയെ അകറ്റുന്നതായ ലക്ഷ്മിയായിരിക്കുന്നതായ ഒരു മാതാവുണ്ട് നിങ്ങൾക്ക്. ആ മാതാവിൻ്റെ കടാക്ഷവും ഈ ഭഗവാന്റേതായിരിക്കുന്ന അനുകൂലവും എന്നും ഉണ്ടാകുമെന്ന് വിശേഷമായിട്ട് നിങ്ങളെന്നിരിക്കുന്നതായ അഭിമന്യമാണല്ലോ സഭയിൽ ഇങ്ങനെയുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ സഭയിങ്കിൽ നിന്നിട്ടും ഭഗവാന്റേതായിരിക്കുന്ന വിശ്വയിൽ നിന്നിട്ടും ഇങ്ങനെയുള്ളതായ ഒരു അഭിമന്യത്തെ ഒന്ന് കേട്ടാൽ അത് എവിടെയും വ്യക്തമായിട്ട് തന്നെ ആശ്വാസമായിരിക്കട്ടെ. എല്ലാവരോടും തന്നെ കേട്ടോ വേണ്ടുന്നായ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ ചൊല്ലിത്തരാം. ശേഷം ഞാൻ ചുരുക്കി കണ്ട് താലി പിടിക്കട്ടെ. വിശേഷമായിട്ട് പത്തുടിക്കാരാ സന്തോഷം തന്നെ ഇല്ലേ? ഇങ്ങനെ ചാരത്ത് തന്നെ വേണം. അങ്ങനെയാണ് എപ്പോഴും വേണ്ടത് ഇല്ലേ? നല്ല സർപ്പം എവിടെ ഉണ്ടാവും? കുട്ടിൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ എന്നും ഭഗവാന്റെ ചാരത്ത് തന്നെ എന്നും കാലം കഴിക്കുവാനുള്ളതായ യോഗം ഞങ്ങൾക്ക് തരണം എന്ന് മാത്രം കരുതിയിട്ട് പ്രാർത്ഥിച്ചോട്ടെ. എന്നിൽ നിന്ന് അകലുന്തോറും എന്നിലേക്ക് എത്താനുള്ളതായ ദൂരമാണ് നിങ്ങൾക്ക് കയറുന്നത്. അങ്ങനെ അകലല്ല, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ ചാരത്ത് തന്നെ നിന്നോ. എന്താണോ എവിടെയാണോ ഭഗവാന്റേതായിരിക്കുന്ന അനുകൂലം നിങ്ങൾക്ക് വേണ്ടത് അവിടെയെല്ലാം വാരിക്കോരി തരുവാനായിക്കൊണ്ട് ലക്ഷ്മീകാന്തനാകുന്ന പരദേവത ശുദ്ധത്തിന് വെച്ചിരിക്കുന്ന അനുഭവം തന്നെ അല്ലെ? അശുദ്ധം പതിനാണ്ട് തക്കവണ്ണം ഇത്രവരേക്കും ഭഗവാനെ കർമ്മിച്ചതിൻ്റെതായിരിക്കുന്ന അനുകൂലത്തിങ്കൽ തന്നെ ഏതൊരു കളത്തിന്റെ കത്തും പോരഞ്ഞു കളിക്കുവാനുള്ളതായ ഭാഗ്യവും യോഗവും നിന്നിട്ടുണ്ട്. ആ കടാക്ഷത്തിങ്കൽ തന്നെ കാലം കഴിക്കുവാനുള്ളതായ എല്ലാ അനുകൂലങ്ങളും വിശേഷമായിട്ട് അന്യായിരിക്കുന്ന അനുഭവത്തിന്റെ ഇതാ ഭൂമിപുത്രന്മാരുണ്ടോ പഞ്ചവാത്തിന്റെ അത്തരം ശ്രേഷ്ഠമായിരിക്കുന്ന സപ്തസാഗരത്തിങ്കൽ ശയനം ചെയ്തിരിക്കുന്ന നാരായണനെ സപ്തസ്വരങ്ങളെ കൊണ്ട് ഒരു ദിനമെങ്കിലും കർമ്മിക്കുവാൻ സാധിച്ചു. ജീവനത്തിന് വേണ്ടി മാത്രമല്ല, ഭക്തിയായിരിക്കുന്ന രസത്തിങ്കൽ കലർന്നിട്ട് ഭഗവാനിലേക്ക് അനുകൂലമാണ് ഇതിലൂടെ നിങ്ങൾ നേടിയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ രസത്തെ അറിഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് ആനന്ദകരമായിരിക്കുന്ന ഒരു നിമിഷമായിട്ട് കരുതിക്കോ കേട്ടോ. ഞാൻ ചൊല്ലുന്നത് ബോധ്യമാവുന്നില്ല. ബോധ്യമാക്കോ അല്പാൽപ്പം അറിയാം, അല്പം മതി. ഭക്തിയെങ്കിലാണ് അല്പമെങ്കിൽ അത് ഓരോ തുള്ളിയും പല തുള്ളിയായി പെരുവെള്ളമാവും. അതുകൊണ്ട് ഒന്ന് മാത്രമേ ചൊല്ലാനുള്ളൂ. എത്ര നാര്യന്തു പൂജ്യന്തേ രമന്തേ തത്വദേവത. നാരിമാർ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ രമിക്കുന്നുണ്ട്. ഏതന്ത്രി എത്ര നാര്യന്തു പൂജ്യന്തേ രമന്തേ തത്വദേവത എന്നാണ് ശാസ്ത്രം പറയുന്നത്. നാരിമാർ പൂജിക്കുന്നിടത്ത് ദേവതമാർ രമിക്കും. അങ്ങനെ നാരിമാർ പൂജിക്കണമെങ്കിൽ എന്താവണം?
പൂജിക്കപ്പെടേണ്ടവരാവണം. നാരിമാർക്ക് വേണ്ടുന്നതായ അനുകൂലങ്ങൾ ആദ്യകാലത്തിങ്ങൾ തന്നെ പകർന്നു നൽകിയിരിക്കുന്നു. കാര്യത്തിങ്കൽ മന്ത്രിയായിട്ടും, കരുണയിങ്കൽ ദാസിയായിട്ടും, രൂപത്തിങ്കൽ ലക്ഷ്മിയായിട്ടും, ക്ഷമയിങ്കൽ ധരിത്രിയായിട്ടും, സ്നേഹത്തിങ്കൽ മാതാവായിട്ടും, അങ്ങനെ ഷഡ്കർമ്മനാരിയായിട്ടും കുലധർമ്മപത്നിയായിട്ടും ആലയം മുപ്പേരമായിട്ടും ശോഭിക്കണം. അപ്പോൾ നിങ്ങൾ വന്ദിക്കപ്പെടും. അങ്ങനെ നിങ്ങൾ വന്ദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിരക്കുന്നതായ ആലയം ഏറ്റവും ശോഭനപരമായിട്ട് തന്നെ അങ്ങനെയുള്ളതായ ഭാഗ്യത്തെ തരുവാനായിക്കൊണ്ട്, ഇങ്ങനെയുള്ളതായ ലക്ഷ്മീനാരായണൻ അനുഗ്രഹ കടാക്ഷം തരുവാനായിക്കൊണ്ട് ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം. മംഗല്യസൂക്തം എന്നിരിക്കുന്ന ചരടച്ചു പോകാണ്ട് തക്കവണ്ണം, വിധവാദുഃഖത്തിന് പെരുവഴി വരുത്താണ്ട് തക്കവണ്ണം, തൊട്ടിലാടിയെന്നും പിള്ളതള്ളിയെന്നും രണ്ടവസ്ഥയെ വരുത്താണ്ട് തക്കവണ്ണം, കാകനും പരുന്തിനും വിട്ടുകൊടുക്കാതെ പരിപാലിച്ച് രക്ഷിച്ചു കൊള്ളുവാനായിക്കൊണ്ട് ഇങ്ങനെയുള്ള ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്ന അനുഭവം തന്നെ. ഇനിയിപ്പോൾ ഇങ്ങനെ പെട്ടതായിരിക്കുന്ന തലയിലപ്പൻ അനുകൂലിച്ചിരിക്കുന്ന എത്തിയപ്പത്തിന് വിജയത്തിന് വേണ്ടിക്കൊണ്ട് മാത്രം രാമാവതാര കാലത്ത് ഭരതൻ ഒരുക്കിയിരിക്കുന്നതായ മകരതോരണം ജയിച്ചു വന്നിരിക്കുന്നതായ ജ്യേഷ്ഠനെ സ്വീകരിക്കുവാൻ വേണ്ടി, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എവിടെയും തോൽവിയില്ലാതെ തോൽവി അറിയാതെ കാലം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതായ ഭഗവാൻ ഈ മകരതോരണത്തെ കയ്യേക്കുന്നു കേട്ടോ.
സാധാരണ കൈപ്പൊന്ത് ചൊടിച്ചോളൂ കഴിഞ്ഞോ അതുകൊണ്ട് അറിയത്തിങ്കൽ രാമാരെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെതായിരിക്കുന്ന ഗംഭീരെ അകറ്റി പോരുവാനായിക്കൊണ്ട് നിങ്ങൾക്ക് രക്ഷ പകരുവാനായിക്കൊണ്ട് ഈ രൂപം നിങ്ങൾക്ക് എന്നും ആശ്രയമായിട്ടുണ്ടാകും. ആയതുകൊണ്ട് ഈ രൂപത്തെ ഭഗവാനൊന്ന് മാറ്റി വെക്കുന്നു. പരദേവതമാരുണ്ട് ഇല്ല, 35 വെച്ചിൽ പരദേവതമാരുടേതായിരിക്കുന്ന അനുഭവത്തെങ്കിലും ഞാൻ നേരത്തെ ചൊല്ലി. അതുപോലെ തന്നെ സൃഷ്ടിപ്പാൻ ബ്രഹ്മനും സംഹാരത്തിന് ഈശ്വരൻ ഉണ്ടെങ്കിലും സ്ഥിതി ഉറപ്പുവരുത്തുന്നത് ഈ വൈകുണ്ഠമൂർത്തി തന്നെ. അപ്പോൾ ഭഗവാന് ലക്ഷണക്കേടില്ല. നിങ്ങളെന്നിരിക്കുന്ന അനുഭവത്തിങ്കിലേക്ക് ഒരു സംവത്സരം തികയ്ക്കുവാൻ ഏത് ലക്ഷണം കാട്ടിത്തരണം, അതിലേക്കാണ് ഇങ്ങനെയുള്ളതായ ലക്ഷണം കാട്ടിത്തരുന്നത്. ഞാനില്ലടത്തോളം നിങ്ങൾ തനിച്ചാവില്ല. ഞാനില്ലടത്തോളം നിങ്ങൾ ആരും തനിച്ചാവില്ല. കാരണം യുദ്ധം ചെയ്തവനും ശരണം പ്രാപിച്ചവനും ഒരുപോലെ മോക്ഷത്തെ നൽകിയത് ഈ മുകുന്ദമൂർത്തിയല്ലാതെ മറ്റാരുമില്ല, അറിയാമല്ലോ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ലക്ഷണം കാണുവാനായിക്കൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിലാണ് ഭഗവാൻ ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത്. നിങ്ങൾ ഭക്തന്മാർ തന്നെ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രാർത്ഥിച്ച സ്വർണം മറന്ന് കാണുവാനായിക്കൊണ്ട് ഇന്നലെ രാത്രി മുമ്പേടമായിട്ടും എൻ്റെതായിരിക്കുന്ന ശ്രീകരത്തിങ്കൽ നല്ലൊരു ലക്ഷണമായിരുന്നില്ല, എങ്കിലും അപലക്ഷണമല്ല, ഇല്ല, തുലനമായിരുന്നു. ചാഞ്ചാടുന്നായ അനുഭവമായിരുന്നു കണ്ടത്. എങ്കിലോ കളീരപ്പൻ്റെതായിരിക്കുന്ന അനുഭവത്തിങ്കൽ സ്വർണം മലർന്നു തന്നെ കണ്ടു. അതിനർത്ഥം ഇങ്ങനെയുള്ളതായ ഈ ഭഗവാന് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെയുണ്ട്. നിങ്ങളെന്നിരിക്കുന്ന മനസ്സിനകത്ത് അല്പമാത്രമായിരിക്കുന്ന ഒരു ചാഞ്ചല്യത്തിൻ്റെ ലക്ഷണം, അതാണ് ഇന്നലെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചൊല്ലിയത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോ. എൻ്റെ കഴിയപ്പ ಮತ್ತೊಮ್ಮೆ ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಸಂಪೂರ್ಣ ಅನುಗ್ರಹವನ್ನು ಬೇಡುತ್ತಾ ಮುಂದಿನ ಸಂಚಿಕೆಗಳಲ್ಲಿ ಮತ್ತಷ್ಟು ಮಾಹಿತಿಗಳೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ನಮಸ್ಕಾರ.